എന്താ ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി നമ്മള് ഇവിടെ നിൽക്കല്ലേട്ടാ, നമ്മള് ചന്ദ്രനിലേക്ക് പോവാണ്. അല്ല, നീ ഒന്നും പറയണ്ട. ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. ആടൊക്കെ കൊണ്ട് നമ്മൾ ആട് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഇനി അടുത്ത പരിപാടി നമ്മള് ചന്ദ്രനിലാണ് കേട്ടാ. അതിനെന്ത് വില വരും? ഒരു 50,000 എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അപ്പൊ ആട് മേഖല രതീഷിന്റെ പണി ഇപ്പോ എന്താ സംഭവം അറിയോ? ഞങ്ങള് ഒരേക്കർ കോടികൾ മുട്ടയ്ക്ക് ഒരേക്കർ സ്ഥലം നമ്മൾ ചന്ദ്രനിൽ വാങ്ങിട്ടാ. കുറച്ച് കൂട്ടി പറഞ്ഞു, അവിടുന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. ഇത് നമ്മളിവിടെ പരിപാടി ഇല്ല. എന്ത് ചോദിച്ചാ നമ്മൾ കുറെ കാലമായി ഈ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടും ഇവിടെ വീഡിയോ ഭൂമിയിൽ. എടാ, തൽക്കാലം ഈ നാട്ടിൽ നിന്ന് മാറിക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചേരാൻ പറ്റുമോ? ഇത് നമ്മള് ചന്ദ്രനിലേക്കാണ് പോകണ്ട. അതൊന്നുമല്ല വിഷയം. നമ്മുടെ ചന്ദ്രൻ ആദ്യം ഉണ്ടാ നോക്ക്. സ്ഥലം നമുക്ക് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ ഉണ്ടാ ഇതെന്താ ഇത് നമ്മളെ പറ്റിച്ചാ? ഇത്രയും ബുദ്ധിയുള്ള ഷമീറിനെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. ബ്ലഡി ഫൂൾസ്. ഇതെന്താ ഇത് നമ്മളെ പറ്റിച്ചാ? പറ്റിച്ചതല്ല, ഞാൻ പകുതി വാങ്ങിച്ചില്ലേ. ഓ, പകുതി നമ്മുടെ പേരിലാണ് ഇപ്പൊ. ഈ സുധാരത്തിന്റെ തമാശ ഇതെങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നേ? അപ്പൊ ഞങ്ങളും വിചാരിച്ചു ഇനി ഇവിടെ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ നമുക്ക് ചന്ദ്രനിൽ വെച്ച് നടത്താം. ആളുകൾ ഒരു വെറൈറ്റി വേണ്ടേ? നീയൊക്കെ പരസ്പരം അടിച്ച് ചത്തോ? എന്റെ കൊച്ചുമോന് ഇപ്പൊ അവളെ കൊണ്ട് രാജ്യം വിട്ട് കാണും. എപ്പോഴും ഇത് മറ്റേ നമ്മൾ പാടത്ത് മറന്ന് ഷൂട്ട് ചെയ്തിട്ട് ചന്ദ്രനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക. എങ്ങനെ ഇരിക്കും നോക്കാനുള്ള. അവൻ 2 ദിവസം ഈ പട്ടുകാട്ടിൽ നിന്ന് മാറി നിൽക്കട്ടെ, ഒന്ന് എൻജോയ് ചെയ്യട്ടെ. നോക്കാനുള്ള ഏലിയനെ കിട്ടുകയാണെങ്കിൽ, അതെ ഏലിയനെ കിട്ടുകയാണെങ്കിൽ. മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എലിയെ പോലും കാണാനില്ലല്ലോ. ഞാൻ അവനെ കണ്ടിടൂ, എന്റെ കാലനെ. എന്റെ പൊന്നോ, പോത്തറിച്ച് വെട്ടാൻ കൊണ്ടുപോണത് പോലെ കൊണ്ടുപോക്ക് കണ്ടാ. എല്ലാരും കണ്ടോളെ നമ്മുടെ സ്ഥലം കണ്ട. ഇനിയുള്ള നമ്മുടെ വീഡിയോ ഒക്കെ അവിടെ ആയിരിക്കും. ശിഷ്ടകാലം ഞാൻ അവിടെ ആയിരിക്കും. അവരുടെ കഷ്ടകാലം. ലൂണാർ പ്രോപ്പർട്ടി എന്നാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചിരുന്നത്. ഇതാ, വെൽക്കം ടു ദ മൂൺ ഫിറോസിയസ്. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. രതീഷിന്റെ പേരും കൂടി എഴുതണായിരുന്നു താ. രണ്ടാളും പോകണല്ലോ, നിനക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ അപ്പുറ സ്ഥലം വാങ്ങിക്കാം. അതിപ്പോ വെട്ടി മാറ്റിയിട്ടാ കച്ചവടത്തിലിട്ടിരിക്കണേ. വെറുതെ വേണ്ടാത്തടത്ത് തലയിടാൻ നിൽക്കട്ടാ. ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. ചില്ലറപ്പെട്ട ആളുകളല്ല. കുറെ കാശുണ്ടായിട്ട് കാര്യമായില്ല. നിങ്ങൾ വലിയ കാശുകാരനാണെന്ന് 10 ജനത്തിനെ ബോധ്യപ്പെടുത്തണം. എല്ലാരും കണ്ടോളെ നമ്മുടെ സ്ഥലം കണ്ട. ഇനിയുള്ള നമ്മുടെ വീഡിയോ ഒക്കെ അവിടെ ആയിരിക്കും. ഇനിയാണ് ചരിത്ര മുഹൂർത്തേ. ശാസ്ത്രജ്ഞൻ സാർ. അപ്പൊ അവിടെ ഞാൻ രതീശും ആടോ വല്ല കോഴിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. ഈ ലോകം വിട്ട പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. അപ്പൊ ഇത് 50 സെന്റ് സ്ഥലം ഞാൻ രതീശും രജിസ്റ്റർ കൊടുക്കാം. ഒരു ഏക്കർ വെച്ചിട്ടുണ്ട് കാര്യം. അവൻ 50 സെന്റ് അവൻ വല്ല കൃഷിയോ കച്ചവടമോ എന്തെങ്കിലും ചെറിയ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്ത് നടത്തട്ടെ. എന്ത് കൃഷിയാണെന്ന് 900 ഏക്കർ ഫിക്സ് ചെയ്യാല്ലേ? ഭയങ്കരമാ രുചിക്കറോ, ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങോ.